നമസ്കാരം. മീഡിയ വൺ ചാനലിലെ പ്രമുഖനായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ അജിംസ് ഒരു വലിയ കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ഒരു പരസ്യവാചകമുണ്ട്. ഈ പരസ്യവാചകം ഒരു ഫാസിസ്റ്റ് പ്രവണതയുള്ള മുദ്രാവാക്യമാണ് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഏതുപോലെ എന്നുകൂടെ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാറുണ്ട്. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് മുസ്ലിങ്ങൾ പറയുന്നു, അങ്ങനെ വിശ്വസിക്കുന്നു. അതുപോലെ ഫാസിസ്റ്റ് പ്രവണതയുള്ള ഒരു വാക്കാണ് LDFന്റെ ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരസ്യവാചകം എന്നാണ് അജിംസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അജിംസിന്റെ ബുദ്ധി അപാരം തന്നെ. അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാകാഞ്ഞിട്ടാണ് അജിംസ് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന ആളുകളോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അജിംസിനോട് പറയാനുള്ളത്. എന്തായാലും അജിംസ് ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കാനോ അല്ലെങ്കിൽ അത് തിരുത്താനോ തയ്യാറാകാത്ത മീഡിയ വൺ മാനേജ്മെന്റിനോടും എനിക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. എപ്പോഴും ഇവിടെ മതേതരത്വത്തെക്കുറിച്ചും മതസൗഹാർദ്ദത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ ഈ ലോകത്ത് ഈ രാജ്യത്ത് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴും അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു വാർത്ത വരാൻ പാടില്ലായിരുന്നു. അബദ്ധത്തിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണമായിരുന്നു. ഒരു തിരുത്തും എവിടെയും രേഖപ്പെടുത്തി കാണുന്നില്ല. അതേസമയം അജിംസ് പറഞ്ഞ ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന വാക്ക് അതൊരു ഫാസിസ്റ്റ് പ്രവണതയുള്ള വാക്കാണ് എന്ന വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്, തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഒരു തിരുത്തൽ നടപടികളും ഈ മീഡിയ വണ്ണിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അള്ളാഹു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അജിംസിന് മനസ്സിലാക്കാനായിട്ടില്ല. സി ദാവൂദ് സാഹിബിനോടോ അല്ലെങ്കിൽ മീഡിയ വൺ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ആളുകളോടോ ആ വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് അജിംസ് ചോദിച്ച് മനസ്സിലാക്കണമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഈ ഒരു വാക്ക് അംഗീകരിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കഴിയൂ. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വാക്കാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നിരവധി പരിശുദ്ധ ഖുർആനൊക്കെ കത്തിക്കുന്ന നിരവധി വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇത് ഏകദേശം അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പരാമർശമായി പോയി അജിംസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഇവിടെ മുസ്ലിം എന്ന് പറയുന്ന ഈ ഒരു സമുദായത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ലോകത്ത് എല്ലാ മുസ്ലിങ്ങളും ഈ ഒരു വാക്ക് അംഗീകരിച്ചേ പറ്റൂ. ഇതിനെ തള്ളിപ്പറഞ്ഞാൽ ഒരിക്കലും ഈ ഒരു മതവുമായി ബന്ധപ്പെട്ട് ഈ മതത്തിനകത്ത് നിൽക്കാൻ കഴിയില്ല. അത്രമാത്രം വിശ്വാസപരമായി വലിയ പ്രാധാന്യമുള്ള ഒരു വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഒരു വാക്ക്. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നാണ് അർത്ഥം. അള്ളാഹു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാകാതെയാണ് പലപ്പോഴും ഇവിടെ പലരും പല വിധത്തിലുള്ള പല ആക്ഷേപങ്ങളും ഈ ഒരു വാക്കുമായി ബന്ധപ്പെട്ട് പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനേക്കാൾ അപ്പുറമുള്ള ഒരു പരാമർശം അജിംസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹു അക്ബർ എന്ന വാക്കിനെ പലരും കളിയാക്കാറുണ്ട്. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ മഹാനായ ദൈവം, എല്ലാം അറിയുന്ന ദൈവം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അറിയാതെയാണ് പലരും ആ വാക്കിനെയൊക്കെ കളിയാക്കുന്നത്. ഇതിപ്പോൾ അജിംസ് ഫാസിസ്റ്റ് പ്രവണതയുള്ള ഒരു വാക്കായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഈ ഒരു വാക്കിനെ അങ്ങനെ ചിത്രീകരിച്ചു എന്നുള്ളതാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഏകദൈവം, ആരാധനക്ക് അർഹനായിട്ടുള്ള ദൈവം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതായത് ഇവിടെ അള്ളാഹു എന്ന് പറയുന്ന മറ്റൊരു സംഭവമൊന്നുമില്ല. അതായത് ദൈവം എന്ന് തന്നെയാണ് അള്ളാഹു എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജഗദീശ്വരൻ എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല പ്രമുഖരും പണ്ഡിതന്മാരും ഒക്കെ ഇതിന്റെ വ്യാഖ്യാനം കൃത്യമായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പല വേദികളിലും അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും അറിവുള്ള ആളുകളോട് ചോദിച്ചാൽ എന്താണ് അള്ളാഹു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് അജിംസിന് മനസ്സിലാക്കാമായിരുന്നു. ഇനി അജിംസ് ഒരു വിശ്വാസി അല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ വിശ്വാസികളെ മോശമാക്കുന്ന അധിക്ഷേപിക്കുന്ന വാക്കുകൾ അജിംസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എങ്കിൽ ഈ ഫാസിസ്റ്റ് പ്രവണതയുള്ള ഒരു വാക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഒരു വാക്കിനെ അങ്ങനെ ചിത്രീകരിച്ചത് അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ അത് തിരുത്തണം എന്ന് മാത്രമാണ് അജിംസിനോടും അതുപോലെ തന്നെ മീഡിയ വൺ മാനേജ്മെന്റിനോടും ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.